ഹലോ, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ യൂട്യൂബ് ജേർണിയെക്കുറിച്ച് സംസാരിക്കാനാട്ടോ. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പം ഞാൻ നമ്മളെ യൂട്യൂബ് ജേർണിയെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. നമ്മളെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷം 3 മാസം 2 മാസം ആവാനായിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിലാണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ ഡിസംബറിലല്ല, 2023 ഡിസംബറിലാണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള കാരണം വേറെ ഒന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരുന്ന്, ഇപ്പം 4-5 വർഷമായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ആകെ ഭയങ്കര ഡിപ്രസ്ഡ് ആട്ടോ. മൈൻഡൊക്കെ ആകെ ഒരു എന്തൊക്കെയോ ഒരു അവസ്ഥയിൽ കൂടെ അങ്ങനെ കടന്നു പോകും. ഇപ്പോൾ എന്തിലെങ്കിലും ഒന്നിൽ എൻഗേജ്ഡ് ആയിക്കഴിഞ്ഞാൽ ആ ഒരു ചിന്ത മാറുമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തു, വീഡിയോസ് ഇട്ട് തുടങ്ങി. വലിയ വ്യൂസൊന്നുമില്ല ഇപ്പോഴും, എന്നാലും നമ്മളെ ചില വീഡിയോസിനൊക്കെ 10K വ്യൂസൊക്കെ വന്നിട്ടുണ്ട്. ഷോർട്സിനാണെന്നുണ്ടെങ്കിലും 10K 7K 2K അങ്ങനെയൊക്കെ വ്യൂസ് വന്നിട്ടുണ്ട്. നമ്മളെ ചില വീഡിയോസിന് അഡ്വർടൈസ്മെൻറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് പേഴ്സണലായിട്ട് ചോദിക്കുന്ന കാര്യമാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടി തുടങ്ങി എന്നിട്ടുള്ള കാര്യം. നമുക്ക് യൂട്യൂബിൽ നിന്ന് ഇതുവരെ ഇൻകം കിട്ടിയിട്ടില്ല. കാരണം നമുക്കിതുവരെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല, 3000 വാച്ചിങ് അവർ ആയിട്ടില്ല. നമ്മുടെ യൂട്യൂബ് ഒരുപാട് ക്രൈറ്റീരിയസ് പറയുന്നുണ്ട്. ഒന്ന് 1000 സബ്സ്ക്രൈബേഴ്സും 3000 അല്ലെങ്കിൽ 4000 വാച്ചിങ് അവറുമാണ് നമ്മൾ പറയുന്നത് ലോങ് വീഡിയോസിന്. ഷോർട്ട് വീഡിയോസിനാണെന്നുണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും, അതായത് 500 സബ്സ്ക്രൈബേഴ്സും 3000K വാച്ചിങ് അവറും പറയുന്നത്. നമ്മൾ ഈ ക്രൈറ്റീരിയസ് ഒന്നും തന്നെ അച്ചീവ് ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ആകെ 600 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന സമയത്തൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നെ സംബന്ധിച്ച് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. കാരണം ഒരു 5-6 മാസം കൊണ്ട് തന്നെ നമുക്ക് 5 മാസം കൊണ്ട് തന്നെ നമുക്കൊരു 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ ഇടുന്നത് നിർത്തി. ഇപ്പം ഞാൻ പിന്നെ ഈ ഡിസംബർ മാസം തൊട്ട് പിന്നെയും വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോൾ അത്യാവശ്യം എന്ന് വെച്ചാൽ നമ്മളെ വീഡിയോസ് വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഷോർട്ട്സെങ്കിലും ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമ്മളിപ്പോൾ ക്ലാസ്സിനൊക്കെ പോകുന്നതുകൊണ്ടും പിന്നെ ഓരോ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയതുകൊണ്ട് നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും പോസിബിൾ. ഒരുപാട് വീഡിയോസ് എടുത്ത് വെച്ചത് ഫോണിൽ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫോണിലാണ് വീഡിയോസ് എടുക്കുന്നത്. അതൊക്കെ ഒരുപാട് ഫോണിൽ കിടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരുപാട് പേരെ സംശയം ഇതോടെ തീർന്നിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമ്മളെ ചാനലും ഒരു ദിവസം മോണിറ്റൈസ്ഡ് ആവും, ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ. പിന്നെ ഞാനൊരു ഇൻകം എന്ന രീതിയിലല്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒന്നിലും എൻഗേജ്ഡ് ആവാം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെയാവുന്നു, നമ്മളെ ചാനൽ മോണിറ്റൈസ്ഡ് ആവാൻ എത്ര സമയം എടുക്കുന്നോ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷെ നമുക്ക് കിട്ടുന്ന 2-3 കമൻറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അതിനകത്ത്. അപ്പോൾ ഒരുപാട് പേരെ സംശയം ഇതോടെ തീർന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. നമുക്കിതുവരെ ഇൻകം കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കുന്നതാണ്. ആരും ടെൻഷൻ അടിക്കണ്ട. കാരണം എന്നെക്കാളും എനിക്ക് കിട്ടാത്തതിൽ സങ്കടം ഒരുപാട് പേർക്കുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല ഇതുവരെ, 4000 വാച്ചിങ് അവർ ആയിട്ടില്ല. ഈ ക്രൈറ്റീരിയസ് ഒക്കെ ഇതാക്കി കഴിഞ്ഞാലേ നമുക്ക് മോണിറ്റൈസ്ഡ് ആവുള്ളൂ. ചില വീഡിയോസിന് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് വരുന്നുണ്ട് കേട്ടോ. ആ വീഡിയോസ് അത്യാവശ്യം നല്ല വ്യൂസ് പോയ വീഡിയോസാണ്. നിങ്ങൾ നോക്കിയാൽ നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് ഇട്ട വീഡിയോസിനല്ല, ഇതിന് മുന്നേ ഇട്ട വീഡിയോസിന് ചിലതിനൊക്കെ നല്ല വ്യൂസ് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ സംശയമൊക്കെ മാറിയെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഒരു ചെറിയ ഇൻഫോർമേറ്റീവുള്ള വീഡിയോ. ഞാൻ ക്ലാസ്സിന് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ഒരു വീഡിയോ ചെയ്തിട്ട് പോകാമെന്ന് കരുതിയത്.